ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ 5 മാസം മാത്രം ശേഷിക്കെ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവുമായ ചമ്പൈ സോറന്റെ നീക്കം. 6 MLA-മാരുമായി ദില്ലിയിലെത്തിയ സോറൻ BJP-യിലേക്ക് പോകുമെന്നതാണ് അഭ്യൂഹങ്ങൾ. ED-യുടെ കള്ളപ്പണ കേസിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം JMM ചമ്പൈ സോറന് നൽകിയിരുന്നു. ജയിലിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ സമ്മർദ്ദം ചെലുത്തി പദവി ഹേമന്ത് സോറന് തിരിച്ചു കൊടുത്തതാണ് ചമ്പൈ സോറനെ പ്രകോപിപ്പിച്ചത്. അന്നു മുതൽ അസ്വസ്ഥനായിരുന്ന സോറൻ പാർട്ടിയിൽ നിന്ന് അകലം പാലിക്കുകയും BJP-യോട് അടുക്കുകയുമായിരുന്നു. സ്വന്തം എക്സ് അക്കൗണ്ടിൽ നിന്ന് പാർട്ടിയുടെ പേര് അദ്ദേഹം നീക്കം ചെയ്തു. ചമ്പൈ സോറനെ BJP പാളയത്തിൽ എത്തിക്കാൻ ചരട് വലിക്കുന്നത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ജാർഖണ്ഡിൽ പ്രാഥമിക ചർച്ചകൾ നടത്തിയ ചമ്പൈ സോറൻ കൊൽക്കത്തയിലെത്തി BJP നേതാവ് സുവേന്ദു അധികാരിയെയും കണ്ടിരുന്നു. 3 ദിവസം അനുയായികളുമായി ദില്ലിയിൽ തുടർന്ന് ചർച്ച നടത്താനാണ് തീരുമാനം. പാർട്ടി വിട്ടേക്കുമെന്ന ശക്തമായ സന്ദേശവും ചമ്പൈ സോറൻ നൽകി. നേരിട്ടത് കടുത്ത അപമാനമാണെന്നും മറ്റൊരു പാത തിരഞ്ഞെടുക്കാൻ തന്നെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ വ്യക്തമാക്കിയും ചമ്പൈ സോറൻ എക്സിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അപമാനങ്ങൾക്കും തിരസ്കാരങ്ങൾക്കും ഒടുവിൽ താൻ മറ്റൊരു പാത തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നു മുതൽ ജീവിതത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുകയാണ്. 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. 1, രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക. മറ്റൊരു സംഘടനയുണ്ടാക്കുക. 3, ഒരു പങ്കാളിയെ ലഭിക്കുകയാണെങ്കിൽ അവർക്കൊപ്പം യാത്ര തുടരുക എന്നാണ് ചമ്പൈ സോറൻ എക്സിൽ കുറിച്ചത്. പാർട്ടിയിലെ തന്റെ ഉയർച്ചയും മുഖ്യമന്ത്രി സ്ഥാന ലബ്ധിയും അപമാനിച്ച് തന്നിൽ നിന്ന് സ്ഥാനം തട്ടിയെടുത്തതുമടക്കം കുറിപ്പിൽ വിശദീകരിക്കുന്നു. എന്നാൽ തന്റെ വ്യക്തിപരമായ പോരാട്ടമാണിതെന്നും മറ്റൊരു പാർട്ടി അംഗത്തെയും ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തുടർച്ചയായുള്ള പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിയിലെ ജനകീയനായ ചമ്പൈ സോറന്റെ നീക്കത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും സർക്കാരും ആകെ പരിഭ്രാന്തിയിലാണ്. കൂടുതൽ MLA-മാർ ചമ്പൈ സോറിനൊപ്പം നീങ്ങിയേക്കുമെന്നും അഭ്യൂഹമുണ്ട്. ചമ്പൈ സോറിനോടൊപ്പമുള്ള 6 MLA-മാരെ വരെ പാർട്ടി നേതൃത്വത്തിന് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ചമ്പൈ സോറിനോടൊപ്പം വലിയ തോതിൽ MLA-മാരുടെ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ജാർഖണ്ഡിൽ ഭരണമാറ്റവും ഉണ്ടാകില്ല. 81 അംഗ അസംബ്ലിയിൽ 8 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അതിനാൽ 37 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. JMM ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിന് നിലവിൽ 45 അംഗങ്ങളാണുള്ളത്. NDA-ക്ക് 30ഉം 26 അംഗങ്ങളാണ് JMM-നോടൊപ്പമുള്ളത്. കക്ഷിനില ഇതായിരിക്കെ തൽക്കാലം ഹേമന്ത് സോറൻ സർക്കാരിന് ഭീഷണിയില്ല. അതേസമയം ചമ്പൈ സോറിനെ ഒപ്പം ചേർത്ത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാണ് BJP ലക്ഷ്യമിടുന്നത്. നവംബർ മാസത്തോടെ ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.